നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. വളരെ പ്രതീക്ഷയോടെ നട്ട കർഷകർക്ക് ഏത്തക്കയുടെ വില ഇപ്പോൾ കിലോയ്ക്ക് നല്ല മുഴുത്ത കായാണെങ്കിൽ 65 വരെയാണ് കിട്ടുന്നത്. ഇന്ന് പഴമായിട്ട് പഠിക്കുമ്പോൾ കിലോയ്ക്ക് 80 രൂപ അടുത്ത് കൊടുക്കേണ്ടി വരും. മിക്ക കർഷകരും ഓണത്തിന് നല്ല വില കിട്ടുമെന്ന് വിചാരിച്ച് ഏത്തക്കൊലകൾ ഒരുപാട് നടുകയുണ്ടായി. അങ്ങനെ ഓണവിളവെടുപ്പനുസരിച്ചാണ് ഏത്തക്ക ഇങ്ങനെ സ്റ്റഡിയായിട്ട് വില നിൽക്കുന്നത്. അതാണ് ഇത്രയും നല്ല കായ്ക്ക് 65 രൂപ വരെ കിട്ടുന്നത്. കേരളത്തിൻ്റെ ദേശീയോത്സവമായ ഓണവിപണിയെ പ്രതീക്ഷിച്ച് അന്യസംസ്ഥാനക്കാരും ഇഷ്ടം പോലെ ഏത്തവാഴകളൊക്കെ നട്ട് ഒരുപാട് ഉൽപ്പാദിപ്പിച്ചു. അതും ഇങ്ങോട്ട് വരവ് വന്നതോടുകൂടിയാണ് ഇവിടുത്തെ ഏത്തയ്ക്കും ഡിമാൻഡ് കുറഞ്ഞത്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഏത്തയ്ക്ക ഇവിടെ പഴമായിട്ട് വാങ്ങിക്കുമ്പോൾ 50 മുതൽ കൊടുത്താൽ മതി. പച്ചയാകുമ്പോൾ അതിനേക്കാളും താഴ്ന്ന മറ്റേ നാടൻ കായ്ക്കാണ് നമ്മൾ 80 രൂപയും കൊടുക്കുന്നത്. മിക്ക വീട്ടുകളിലും ഏത്തപ്പഴം വളരെ എപ്പോഴും സ്റ്റോക്ക് കാരണം ഏത്തപ്പഴത്തിൽ ധാരാളം ഫൈബർ, പൊട്ടാസ്യം, വിറ്റാമിൻസുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. ഇതിനകത്ത് വിറ്റാമിനുകളായ സിയും B6 ആണ് കൂടുതലുള്ളത്. രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഫൈബർ കാരണം ദഹന പ്രശ്നങ്ങൾ പരിഹരിക്കാനും മലബന്ധം അകറ്റാനും സഹായിക്കുമെന്നും ശരീരഭാരം നിയന്ത്രിക്കാൻ വിദഗ്ധർ പറയുകയുണ്ടായി. ലഘുഭക്ഷണമാണ് ഏത്തപ്പഴം. ഇത് ശരീരത്തിന് ഊർജവും നൽകുന്നു. ഇന്ന് ആൾക്കാർ ദിവസവും ഏത്തയ്ക്കയും മുട്ടയോടൊപ്പം കഴിക്കാറുണ്ട്. അവർക്ക് ആവശ്യമുള്ള വിറ്റാമിൻസുകളും ധാതുക്കളും ഇതിൽ നിന്ന് ധാരാളം കിട്ടുകയും ചെയ്യും. ശരീരത്തിൽ എല്ലുകൾക്ക് ആവശ്യമായ കാൽസ്യത്തിൻ്റെയും ഉറവിടമാണ് ഈ ഏത്തയ്ക്ക കഴിക്കുന്നവരുടെ മിക്ക ആൾക്കാർക്കും കിട്ടുന്നത്. മിക്ക വീട്ടുകളിലും ഒരു ജീവിതമാർഗമായി കൊണ്ടുനടക്കുന്ന പാല് അത് ശരിയായ രീതിയിൽ വില കിട്ടുന്നില്ലെന്ന് പലർക്കും ആക്ഷേപമാണ്. അപ്പോൾ അവർ മറിച്ച് വീട്ടുകളിൽ നിന്ന് ഡയറക്റ്റ് കൊണ്ടുകൊടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ വില കിട്ടുന്നത്. ആ പാല് തന്നെ മിൽമ സൊസൈറ്റികളിൽ കൊടുക്കുമ്പോൾ ശരിയായ വില കിട്ടാത്തതുകൊണ്ട് അവർ വളരെ നിരാശയിലാണ്. അതുകൊണ്ട് അവർ മറ്റ് മാർഗങ്ങൾ തേടിയാണ്. ഇന്ന് 1 ലിറ്റർ മിൽമ പാല് മേടിക്കണമെങ്കിൽ 56 രൂപയാണ്. അതായത് അരയുടെ കവറിന് 28 അങ്ങനെ 56 രൂപയാണ് 1 ലിറ്റർ. അതേപോലെ വീടുകളിൽ ഈ പാല് കൊണ്ടുകൊടുക്കുമ്പോൾ അവർക്ക് നേരിട്ട് 56 രൂപ കിട്ടുകയും ചെയ്യും. പാലിന് 50 രൂപയെങ്കിലും കിട്ടണമെന്ന ആവശ്യവുമായാണ് ക്ഷീരകർഷകർ രംഗത്ത് എത്തിയിരിക്കുന്നത്. കർഷകർ സംഘങ്ങളിൽ പാല് കൊടുക്കുമ്പോൾ ശരാശരി ലഭിക്കുന്നത് 40 രൂപയാണ്. നല്ല കൊഴുപ്പുള്ള പാലിന് ചില കർഷകർക്ക് 42 രൂപയും ലഭിക്കും. ഫാറ്റ്, കൊഴുപ്പ് കുറവാണെന്ന പേരിലും കർഷകർക്ക് പാലിന് ശരാശരി ലഭിക്കുന്നത് 40 രൂപ വരെയാണ്. കർഷകരാണ് വീടുകളിൽ നേരിട്ട് കൊണ്ടു കൊടുക്കുമ്പോൾ ലിറ്ററിന് 56 രൂപ. അതായത് അവിടെ ലാഭം 16 രൂപയാണ് ഈ കർഷകന് നേരിട്ട് കിട്ടുന്നത്. പാൽ കർഷകർക്ക് താങ്ങായി പുതിയ പദ്ധതികളില്ലാതെ വന്നതോടെ ഈ കർഷകർ ക്ഷീരമേഖലയെ കുറേ പേര് കൈവിടുകയാണ്. 50 രൂപയുടെ കാലിത്തീറ്റയ്ക്ക് ഇപ്പോൾ 1500-ന് മുകളിലാണ്. കണ്ടതിൽ വളരെ നന്ദി.